ഈ RCM എന്ന് പറയുന്ന കൺസെപ്റ്റിലേക്ക് വന്ന ഓരോരുത്തരെയും സ്നേഹത്തോടു കൂടിയിട്ട് നല്ലൊരു കയ്യടിയോട് കൂടിയിട്ട് ഞാൻ ഒരിക്കൽ കൂടി ഒരിക്കൽ കൂടി ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യണം. ഒരിക്കൽ കൂടി എന്ന് പറയുമ്പോൾ ഒരിക്കൽ മാത്രമല്ല, ജീവിത അവസാനം വരെ നിങ്ങൾ എല്ലാവരും ഇതിലെ അതിഥികളായിട്ട്, അല്ലെങ്കിൽ ഇതിനെന്നും ഉള്ളിൽ ചേർത്ത് നിർത്തി പുതിയ ആളുകളെ കൂടെ കൂട്ടാനുള്ള ആ ഒരു മനസ്സോട് കൂടിയിട്ട് വേണം മുന്നോട്ട് പോകാനായിട്ട്. അപ്പോ എന്ന് നമ്മൾ RCMൽ വന്നു എന്നുള്ളതിൽ കാര്യമില്ല, എത്രത്തോളം നമ്മൾ അതിനെ ആത്മാർത്ഥമായിട്ട് എടുക്കുന്നു എന്നുള്ളതിലാണ് RCM ബിസിനസ്സിൽ വിജയിക്കാനായിട്ട് നമുക്ക് പറ്റുക. RCM ബിസിനസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട് പറയാനായിട്ട്. ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പറയാനായിട്ടുണ്ട്. ഒരുപാട് നന്മകളുള്ള ഒരു ഇൻഡസ്ട്രിയാണ്, ഒരുപാട് നന്മകൾ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ബിസിനസ് RCM എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇതൊരു മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ആണ്, ഇതൊരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ആണ്, അതുപോലെ ഡയറക്ട് സെല്ലിംഗ് ആണ്. ഇതെല്ലാം ഇതിനകത്ത് വരുന്നുണ്ട്. എങ്കിൽ കൂടെ ഇത്രയും പോസിറ്റിവിറ്റി ഉള്ള, ഇത്രയും അധികം ആളുകളെ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്ന, ഇത്രയും അധികം ആളുകൾക്ക് സപ്പോർട്ട് കൊടുക്കാൻ പറ്റുന്ന വലിയൊരു ശൃംഖലയാണ്. അത് നമ്മൾ മനസ്സിലാക്കുക. RCM 2000 ഓഗസ്റ്റിൽ ഇങ്ങനെ ഒരു ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്തപ്പോ, ഫാഷൻ ഷൂട്ടിങ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനി ഇങ്ങനെ ഒരു ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്തപ്പോ അന്നൊരു പ്രൊഡക്റ്റ് എന്ന് തുടങ്ങിയതാ. ഇത് പരസ്യമില്ലാത്ത ഉൽപ്പന്നങ്ങളാണ് അല്ലെ? എന്തൊക്കെയുണ്ട് നമ്മളുടെ RCMല്? RCM എന്താ? റൈറ്റ് കൺസെപ്റ്റ് മാർക്കറ്റിംഗ് അഥവാ ശരിയായ വിപണന രീതി. ഞാൻ പറയാറുണ്ട് റാം, ക്രൈസ്റ്റ്, മുഹമ്മദ് എന്ന്. അതായത് രാമനെയും ക്രിസ്തുവിനെയും മുഹമ്മദിനെയും ഒരുപോലെ ചേർത്ത് നിർത്തുന്ന പ്രസ്ഥാനമാണ്. ഇതൊക്കെ നമ്മുടെ ലീഡേഴ്സ് ഇതിന് കൊടുക്കുന്ന വ്യാഖ്യാനമാണ്. അതിനപ്പുറം ഒരു വ്യക്തിക്ക് വേണ്ടുന്ന ഏറ്റവും അത്യാവശ്യകരമായിട്ടുള്ള സാധനങ്ങളാണ്: ഒന്ന് ഭക്ഷണം, രണ്ട് വസ്ത്രം, മൂന്ന് നമുക്കൊരു നല്ല വീട് വേണം താമസിക്കണമെങ്കിൽ, അല്ലെ? അപ്പോ R ഫോർ റോട്ടി, നല്ല ഭക്ഷണം; C ഫോർ കപ്പട, നല്ല വസ്ത്രം; M ഫോർ മഖാൻ, നല്ല ഭവനം. ഇത് മൂന്ന് നമ്മൾക്ക് തരാൻ പറ്റുന്ന ഒരു കൺസെപ്റ്റ് ആണ് നമ്മളുടെ RCM. അതുകൊണ്ട് നമുക്ക് എപ്പോഴും പറയാം ജയ് RCM. ജയ് RCM കേൾക്കുമ്പോൾ എന്താണ് നിങ്ങൾ നിങ്ങളുടെ RCMനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറയല്ലേ എന്ന് ചോദിക്കുമ്പോൾ, അല്ല, ഞാൻ ജയ് RCM പറയുമ്പോൾ, അല്ലെങ്കിൽ കൂടെ RCM പറയുമ്പോൾ നിങ്ങൾക്ക് നല്ല വസ്ത്രവും, നിങ്ങൾക്ക് നല്ല ഭക്ഷണവും, നിങ്ങൾക്ക് നല്ല പാർപ്പിടവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാനത് പറയുന്നത് എന്നുള്ളത് കൂടെ പറയാൻ ആര് പഠിക്കണം? ഇന്ന് ഈ പ്ലാറ്റ്ഫോമിലുള്ള ആളുകൾ പഠിക്കണം. ഒരു വഴി നമ്മളുടെ ഉള്ളിൽ ഉണ്ടാവണം. എന്തിന് ഞാനിത് പറയുന്നു? എന്തിന് ഞാൻ RCM ചെയ്യുന്നു? RCM എന്തിനാ ചെയ്യണേ? പല ആളുകൾക്കും ഇന്നും അറിയില്ല എന്തിനാണ് RCM ചെയ്യണേ. RCM ഇത്ര നല്ലൊരു പ്രസ്ഥാനമാണ്. എന്തൊക്കെയുണ്ട് RCMല്? നമുക്ക് വേണ്ടിയിട്ട് നല്ല ആരോഗ്യം തരുന്ന ആരോഗ്യദായകമായിട്ടുള്ള ഉൽപ്പന്നങ്ങളുണ്ട്, നല്ല വസ്ത്രങ്ങളുണ്ട്, അതുപോലെ തന്നെ നമ്മൾക്ക് ഒരു വലിയ അവസരമുണ്ട്. ആരോഗ്യമില്ലാണ്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല, അല്ലെ? അതുപോലെ വസ്ത്രം അടിസ്ഥാനപരമായിട്ടുള്ള ഒരു സാധനമാണ്. ഇനി ഇതെല്ലാം പ്രൊമോട്ട് ചെയ്തുകൊണ്ട് നമുക്ക് എന്തിലേക്ക് എത്താൻ പറ്റും? നമ്മുടെ ലൈഫ് ഒന്ന് സെക്യൂർഡ് ആക്കാനായിട്ട് പറ്റും. ഇപ്പൊ വീടില്ലാത്ത ആളുകളാണെങ്കിൽ വീട് വെക്കാനായിട്ട് ഒരു പ്രതീക്ഷ കൊടുക്കാനായിട്ട് പറ്റും. അത് വീട്ടിലേക്ക് കൺവേർട്ട് ചെയ്ത് കൊണ്ടുവരാനായിട്ട് പറ്റും. അപ്പൊ RCM എല്ലാ അർത്ഥത്തിലും എല്ലാ ഉൽപ്പന്നങ്ങളെയും തരാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പ്രസ്ഥാനമാണ്. ഞാൻ 2013 ഞാൻ അറിഞ്ഞുകൊണ്ടൊരു ഐഡിയ എടുത്തതല്ല, ഞാൻ വന്നിട്ടൊരു ഐഡിയ എടുത്തതല്ല. ഞാൻ അറിയാതെ എന്റെ അച്ഛൻ എമറാൾഡ് MK ബാബു സാർ, അദ്ദേഹം ഒരു KCB റിട്ടയർഡ് എംപ്ലോയി ആണ്, അദ്ദേഹം എടുത്തു തന്നതാണ് RCMന്റെ ID. അതിനെ വാങ്ങി കയ്യിൽ വെച്ചു എന്നല്ലാതെ അതിനെ കാര്യമായിട്ട് പ്രൊമോട്ട് ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല ഇതുവരെ. ഇപ്പോഴും തുടങ്ങിയിട്ടേ ഉള്ളൂ. കാരണം ഒരുപാട് ആളുകളിലേക്ക് ഇനിയും എത്താനുണ്ട്. അച്ഛനത് കൊണ്ടുവന്ന് തന്നു, അതിനെടുത്ത് കയ്യിൽ വെച്ചു, ആദ്യം പെട്ടു എന്ന് വിചാരിച്ചു. പിന്നെ 2013 തുടങ്ങി 16, 17 വരെ ഇങ്ങനെ ഇങ്ങനെ അമ്മാന്തിച്ച് നിന്നു. 2018 കഴിഞ്ഞപ്പോ ഇതിനൊന്ന് ഏറ്റെടുത്ത് തുടങ്ങി. കാരണം 2013 12 എന്റെ കല്യാണം കഴിഞ്ഞതാണ്. 2013 ആയപ്പോ എന്താ പറയാ, ID എനിക്ക് കിട്ടി. പക്ഷെ കുട്ടികളില്ലാത്ത ഒരു ട്രീറ്റ്മെന്റിന് വേണ്ടി ഒരുപാട് നാൾ എന്റെ സമയം കളഞ്ഞു. ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഹൈപ്പോ തൈറോയ്ഡ് എന്ന് പറയുന്ന പ്രശ്നം. ഈ ഒരു ഹൈപ്പോ തൈറോയ്ഡ് മാറാനായിട്ട് RCMലെ നമുക്കറിയാം ഹെൽത്ത് കാർഡ് ഓയിൽ, അതുപോലെ ന്യൂട്രിചാർജ് വുമൺ എന്ന് പറയുന്ന ഈ രണ്ട് പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ടാണ് എന്റെ ഹൈപ്പോ തൈറോയ്ഡ് മാറിയത്. അതിനൊപ്പം ഡോക്ടർ ആദിൻ സാറിനെ ഞാൻ എന്നും ഓർക്കും എന്റെ മനസ്സിൽ. അദ്ദേഹത്തിന് എന്നും നന്ദി പറയും. കാരണം അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ചിട്ടയായിട്ട് ഫോളോ ചെയ്തു. ലൈഫ് സ്റ്റൈലിൽ ഒരുപാട് ചേഞ്ചസ് വരുത്തി. അങ്ങനെയാണ് എനിക്ക് നോർമൽ രീതിയിലേക്ക് എന്റെ തൈറോയ്ഡ് കൊണ്ടുവരാൻ പറ്റിയത്. കടപ്പാട് എന്ന രണ്ട് പ്രൊഡക്ട്സ് ആണ് RCMലുള്ള ഹെൽത്ത് കാർഡ് ഓയില്, അതുപോലെ തന്നെ നമ്മുടെ ന്യൂട്രിചാർജ് വുമൺ. ഇത് രണ്ടും കഴിച്ചിട്ടാണ് എന്റെ ഹൈപ്പോ തൈറോയ്ഡ് മാറിയത്. ഞാൻ ഏത് വേദിയിലും പറയും. കാരണം ഹൈപ്പോ തൈറോയ്ഡ് മാറിയതിന് ശേഷമാണ് എനിക്ക്
കുഞ്ഞുങ്ങൾ ഉണ്ടാവാനായിട്ട്, കുട്ടികൾ ഉണ്ടാവില്ല എന്ന് ഡോക്ടർ പറഞ്ഞ സാഹചര്യത്തിൽ കുട്ടികൾ ഉണ്ടാവാനായിട്ടുള്ള ഒരു അവസരത്തിലേക്ക് വന്നത് അതുകൊണ്ടാണ്. ഓ, ഒരു വഴിത്തിരിവായിട്ട് മാറിയത് RCM ആയതുകൊണ്ട് അതിനെ ജസ്റ്റ് ഒന്ന് എന്താണ് ഇതിന്റെ അവസരം എന്ന് മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ അവസരം മനസ്സിലാക്കാനല്ല, എന്റെ ആരോഗ്യം എന്താണെന്നുള്ളത് പറയാൻ വേണ്ടി ഡോക്ടർ രാജൻ സാറിന്റെ ക്ലാസ്സുകൾ പോയി കേട്ടു. അദ്ദേഹത്തിന്റെ ക്ലാസ്സുകളിൽ പോയി ഇരുന്ന് പഠിച്ചു. പ്രോഗ്രാംസ് അറ്റൻഡ് ചെയ്തുകൊണ്ടേയിരുന്നു. കണ്ടിന്യൂസ് ഗ്രാജുവൽ ആയിട്ട് എല്ലാ പ്രോഗ്രാംസും അറ്റൻഡ് ചെയ്തുകൊണ്ടേയിരുന്നു. അവിടെ നിന്ന് സാറ് തരണ അവസരങ്ങള്, കൊച്ചു കൊച്ചു അവസരങ്ങൾ തരും, നമ്മളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ. അങ്ങനെ അതിനെ കുറിച്ചിട്ട് വീണ്ടും പറഞ്ഞു തുടങ്ങി. അങ്ങനെയാണ് ഇന്ന് വായ തോരാതെ ഇങ്ങനെ നിർത്താതെ സംസാരിക്കാനായിട്ട് പറ്റിയത് പോലും. അപ്പൊ എന്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തുകൊണ്ടാണ് ഞാൻ RCMലേക്ക് വന്നത്. അത് ഒരുപാട് ആളുകളിലേക്ക് പറഞ്ഞു കൊടുത്തു. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോ പിന്നെ എനിക്ക് പിന്മാറാനായിട്ട് തോന്നിയില്ല. 2017 എനിക്ക് മൂത്ത കുട്ടി ജനിച്ചു. 2018 കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഞാനൊന്ന് RCMലേക്ക് സീരിയസ് ആവാനായിട്ട് തുടങ്ങിയപ്പോ അപ്പൊ ഇന്ന് സംഭവിച്ചു. 2018 പ്രളയം വന്നു, വീട് മുഴുവൻ ആകെ താറുമാറായി. എങ്കിലും അതിൽ ഞാൻ കണ്ട ഒരു കാര്യം ഭയങ്കര പോസിറ്റീവായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്, എന്റെ അച്ഛന് ഒരു രീതിയിലുള്ള കൂസലും ഉണ്ടായിരുന്നില്ല ആ സമയത്ത്. ഒരു ഗവൺമെന്റ് എംപ്ലോയി ആയിരുന്നു എങ്കിൽ കൂടെ ഒരുപാട് സാമ്പത്തിക പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു. പക്ഷെ ഈ പ്രളയം വന്ന് വീട് മുഴുവൻ മുങ്ങി, ഒരു കാറ് വെള്ളത്തിൽ പോയി, 3 ടൂ വീലർ നശിഞ്ഞു, വീട്ടിൽ വാങ്ങിച്ചു വെച്ചിരുന്ന സാധനങ്ങളൊക്കെ ഇങ്ങനെ ഒഴുകി നടക്കുന്നത് കാണാനായിട്ടുള്ള അവസ്ഥ വന്നു. എസ്പെഷ്യലി ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു ഗവൺമെന്റ് എംപ്ലോയി, സാധാരണ ഒരു ജോലിക്കാരനാണ് അല്ലെങ്കിൽ ഒരു ഗവൺമെന്റ് എംപ്ലോയിക്ക് താങ്ങാൻ പറ്റുന്നതിലപ്പുറമായിരുന്നു അന്ന് പ്രളയം തന്ന കാഴ്ചകൾ തന്നെ. ആ സമയത്ത് അച്ഛന് കോൺഫിഡൻസോടുകൂടി നിൽക്കാൻ പറ്റി. അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി, നല്ല പുതിയതായിട്ട് വാങ്ങിച്ച ഒരു ഫ്രിഡ്ജ്, ഒരു മാസമായിട്ടുണ്ടാവുള്ളൂ, 26,000-27,000 രൂപ കൊടുത്ത് മേടിച്ച ഫ്രിഡ്ജ് ഇങ്ങനെ ചെളിവെള്ളത്തിൽ ഒഴുകി നടക്കുന്ന സീനൊക്കെ കാണുമ്പോ ഏത് സാധാരണക്കാരനാണ് താങ്ങാൻ പറ്റുക? പക്ഷെ ഒന്നുമല്ല എന്ന് മനസ്സിലാക്കി തന്നത് RCM എന്ന് പറയുന്ന പ്രസ്ഥാനമാണ്. കാരണം അതിജീവനത്തിന്റെ വലിയൊരു വാതില് നമുക്ക് തുറന്നു തന്ന ഒരു പ്രസ്ഥാനമാണ് ശരിക്കും RCM. പിടിച്ചു നിൽക്കാനുള്ള ഒരു തന്റേടം, ഇത് ഞാൻ നോട്ട് ചെയ്തു. അതിനുശേഷം കോവിഡ് വന്നപ്പോ എന്റെ സ്കൂളിലെ കുറെ ടീച്ചേഴ്സിന്റെ ജോലി പോയി. ഒരു സുപ്രഭാതത്തില് നിങ്ങൾക്ക് ഇത്രയും അധികം വരുമാനം കിട്ടിക്കൊണ്ടിരുന്ന ഒരു ടീച്ചേഴ്സ് നാളെ തുടങ്ങി വരണ്ടാന്ന് പറയുമ്പോൾ, വാടകയ്ക്ക് പോലും താമസിക്കുന്ന ആളുകൾക്ക് ഒരു അവസരം ഇല്ലാതെ വന്നു കഴിഞ്ഞപ്പോ അവരുടെ ജോലി പോയപ്പോ മനസ്സിലാക്കി, സെക്യൂരിറ്റി എന്ന് പറയുന്ന സാധനം നമ്മൾ ചെയ്യുന്ന ജോലിയിൽ ഇല്ല. കാരണം ടീച്ചറായിട്ട് വർക്ക് ചെയ്തിരുന്നതാണ്. എന്റെ ജോലി എനിക്ക് ഇപ്പോഴും സേഫ് ആണ്. കാരണം വലിയ ക്ലാസ്സുകളിലായതുകൊണ്ട് ഇതുപോലെ കഷ്ടപ്പെട്ട് പണിയെടുക്കാനായിട്ട് ആളുകൾ കുറവായതുകൊണ്ടും നമുക്കുള്ള അവസരം നമുക്ക് അവിടെ ഉണ്ട്. പക്ഷെ എന്ത് സെക്യൂരിറ്റി ആണുള്ളത്? നമ്മൾ നാളെ ഇല്ല എന്നാണെങ്കിലും എന്ത് അവസരമാണ് നമ്മൾക്ക്, അതായത് നമ്മളുടെ കുടുംബത്തിന് എന്ത് ബെനിഫിറ്റ് ആണ് കിട്ടുക? അപ്പൊ ഇതുകൊണ്ട് എന്ത് ചെയ്തു? ഒന്ന് മനസ്സിലാക്കി, രക്ഷപ്പെടാൻ ഒരു വലിയ മാർഗമാണ് RCM. രക്ഷപ്പെടാൻ ചെറിയ മാർഗം എന്ന് നമ്മൾ പറയുമെങ്കിലും രക്ഷപ്പെടാനായിട്ട് വലിയൊരു മാർഗമാണ് RCM എന്നുള്ളത് മനസ്സിലാക്കി അതിനെ ഏറ്റെടുത്തു. ഇന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷത്തോടുകൂടി ഒരുപാട് ആളുകളിലേക്ക് RCM എന്ന് പറയുന്ന ഈ ഒരു നന്മ പകർന്നു കൊടുത്തുകൊണ്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്തായാലും ഈ RCM എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൽ നമുക്ക് പ്രൊഡക്റ്റുകൾ ഒരുപാടുണ്ട്, ഒരുപാട് സെഗ്മെന്റുകൾ ഉണ്ട്. അതിൽ ഏതെങ്കിലും ഒന്നെടുത്തിട്ടുണ്ടെങ്കിൽ കൂടെ നമുക്ക് വിജയിക്കാൻ പറ്റും. ഈ ഒന്നെടുത്തിട്ടുണ്ടെങ്കിൽ കൂടെ വിജയിക്കാൻ പറ്റുന്നുള്ള കൺസെപ്റ്റ് എനിക്ക് പറഞ്ഞു തന്നത് നോബൽ സാറാണ്. അദ്ദേഹത്തിന് ഈ ഒരു അവസരത്തിൽ പ്രത്യേകം നന്ദി പറയാണ്. സ്റ്റാർ പൾ അച്ചീവറാണ്. കാരണം അദ്ദേഹം ഒരിക്കല് ഞാൻ വണ്ടർ വേൾഡിൽ വെച്ചിട്ട്, എറണാകുളം വണ്ടർ വേൾഡിൽ വെച്ചിട്ട് അദ്ദേഹത്തിനെ ഒന്ന് മീറ്റ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞു, ഞാൻ RCMന്റെ ഈ ഒരു റെഡ് പേസ്റ്റ് ഇല്ലേ, നമ്മൾ ഓൾറൗണ്ടർ, ആ ഒരു പേസ്റ്റ് മാത്രം ഞാൻ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് കോടീശ്വരനാവും. രമ്യ മേഡം എത്ര കോടി സമ്പാദിക്കും? പേസ്റ്റ് മാത്രം? എന്ത് സാറേ എങ്ങനെ പറഞ്ഞേ? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ഞാൻ ഈ വൈറ്റില ബസ് സ്റ്റാൻഡിൽ പോയി നിന്നിട്ട് അവിടെ എത്രമാത്രം ആളുകൾ വരും. ഞാൻ ഒരു ദിവസം നമ്മളുടെ ഈ റെഡ് പേസ്റ്റ് മാത്രം കൊടുക്കാൻ വേണം, രമ്യമ്മയുടെ ഒരു പേസ്റ്റിന് 17 രൂപയാണ് ലാഭം കിട്ടുക നമുക്ക്. 1 കോടി ആളുകളിലേക്ക് ഞാൻ ഈ പേസ്റ്റ് കൊടുക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ എനിക്ക് 17 കോടി രൂപ കിട്ടും. ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ നോക്കി നിന്നു. കാരണം ഒരു പ്രൊഡക്റ്റിൽ പോലും നമ്മൾക്കുള്ള അവസരം എന്താ? പല്ല് തേക്കാത്ത ആരും ഇല്ല നമ്മുടെ നാട്ടില്, ശരിയല്ലേ? എല്ലാവരും പല്ല് തേപ്പിച്ചുകൊണ്ട് കോടീശ്വരി ആവാം എന്നുള്ളൊരു കാഴ്ചപ്പാട് കൊണ്ടുവന്നത്, എനിക്ക് കാണിച്ചു തന്നത് നോബൽ സാറാണ്. അതുകൊണ്ട് പ്രത്യേകം നന്ദി പറയാണ് ഈ ഒരു അവസരത്തിൽ അദ്ദേഹത്തിനോട്. അപ്പൊ ഒരു പ്രൊഡക്റ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ പോലും നമ്മൾക്ക് അവസരമാണ്. ഒരു പ്രൊഡക്റ്റ്, കയ്യിൽ ഒരു പ്രൊഡക്റ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ പോലും. പിന്നെ നമ്മൾക്ക് കൂട്ടേണ്ടത് നമ്മളുടെ സെൽഫ് കോൺഫിഡൻസ് ആണ്.
കോൺഫിഡൻസ് എങ്ങനെ കൂട്ടാനായിട്ട് പറ്റും. ആർ സി എം ബേസിക്കലി ഒരു ഡയറക്ട് മാർക്കറ്റിംഗ് ആണ്, മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ആണ്. അപ്പം ഇതില് നമ്മൾ ചേർത്ത് നിർത്തുമ്പോൾ ഒന്ന് നമ്മൾ ഉപയോഗിക്കാത്ത ഒന്നിനെ കുറിച്ചിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് 100% പ്രൊഡക്റ്റ് ഉപയോഗിക്കുക എന്നുള്ളത് നമ്മൾ ഒരു അജണ്ടയായിട്ട് മസ്റ്റ് ആയിട്ടും എന്റെ വീട്ടിൽ ആർ.സി.എം 100% ആക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തം. 100% പ്രൊഡക്റ്റ് യൂസ് ചെയ്യുക, അതിനെ ഷെയർ ചെയ്യുക. 6 ബേസിക്സ് മാത്രമാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. 6 ബേസിക്സ്. ആ 6 ബേസിക്സ് കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും ആർ.സി.എം ബിസിനസ്സിൽ വിജയിക്കാനായിട്ട് പറ്റും. 100% പ്രൊഡക്റ്റ് ഉപയോഗിക്കുക, അതിനെ പ്രൊമോട്ട് ചെയ്യുക, ലിസ്റ്റ് ഉണ്ടാക്കുക, ലിസ്റ്റ് ചെയ്ത ആളുകളെ നമ്മൾ വിളിച്ചൊന്നൊരു മീറ്റിംഗ് കൊടുക്കുക, അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുക, അവരെ ഫോളോ അപ്പ് ചെയ്യുക, അവരെ ബിസിനസ്സിലേക്ക് ജോയിൻ ചെയ്യിപ്പിച്ചിട്ട് വീണ്ടും ഈ പ്രോസസ്സിലേക്ക് തന്നെ പോവുക. ലിസ്റ്റ് എത്രത്തോളം വലുതായിട്ടുണ്ടോ അത്രത്തോളം നമ്മുടെ ബിസിനസ് കയറി വരും. അപ്പൊ നമ്മുടെ ബിസിനസ്സിനെ വളർത്താനായിട്ട് നമുക്ക് പറ്റും. അപ്പൊ എല്ലാവരും നേരിടുന്ന ഒരു പ്രശ്നമാണ് ഇതൊരു ഡയറക്ട് മാർക്കറ്റിംഗ് അല്ലേ, അല്ലെങ്കിൽ MLM അല്ലേ എന്ന് ചോദിക്കുന്നത്. അത് നമ്മൾ എപ്പോഴും ഒരു മറുപടി കരുതണം. അതെ, ഇത് ഒരു മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് തന്നെയാണ്. എന്നാൽ നിങ്ങൾ ഉദ്ദേശിച്ച മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്താണ്? എന്താണ് നിങ്ങൾ MLM കൊണ്ട് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത് എന്താണെന്ന് ചോദിക്കാം. ഞങ്ങൾ ഇവിടെ ഇടനിലക്കാരെയും പരസ്യക്കാരെയും ഒഴിവാക്കിയിട്ട് ഞങ്ങൾ തരുന്നത് ലോകോത്തര നിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ. അത് തന്നെ പറയണം, ലോകോത്തര നിലവാരമുള്ള ഉൽപ്പന്നങ്ങളാണെന്ന് പറയണം. അതും ഇത്ര ചുരുങ്ങിയ വിലയ്ക്ക്. നിങ്ങൾ ആരെ കാണാൻ പോകുന്നോ, ഞാൻ പറയണത് വേറെ ഒന്നും എടുത്തില്ലെങ്കിലും ഒരു പാക്കറ്റ് 10 രൂപയുടെ തേയില നിങ്ങൾ കയ്യിൽ കരുതുക. 10 റുപ്പീസിന്റെ തേയില. അവരുടെ വീട്ടില് പുതിയ വീട്ടിലേക്കാണ് ചെല്ലണേന്നാണെങ്കിൽ അവരുടെ ജീവിത നിലവാരം എന്താണെന്നുള്ളത് നോക്കുക. അവരുടെ വീട്ടിൽ നിന്ന് വാങ്ങിക്കുന്ന സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന തേയില എന്താണെന്നുള്ളത് മേടിക്കുക, അവരുടെ എടുത്തിട്ട് വരാൻ പറയാ, 2 ചില്ല് ഗ്ലാസ് കൊണ്ടുവരാൻ പറയാ, കുറച്ച് വെള്ളം ഒഴിക്കുക, അതിനകത്ത് നമ്മളുടെ തേയിലയും അവരുടെ തേയിലയും ഒന്ന് ഇട്ട് കാണിച്ചു കൊടുക്കുക. CTC തേയില യൂസ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഓക്കെ, നമ്മൾക്ക് പറഞ്ഞു കൊടുക്കാം നമ്മളുടെ തേയിലയും അതുപോലെ തന്നെയാണ്. അതല്ല അവര് യൂസ് ചെയ്യുന്ന തേയില വേറെ ഡസ്റ്റ് ആണെന്നാണെങ്കിൽ പൊതുവേ നമുക്ക് ഇന്ന് കിട്ടുന്ന എല്ലാ ഡസ്റ്റ് തേയിലകളിലും മായമാണ്. അപ്പൊ അതുകൊണ്ട് ഒരു ചില്ല് ഗ്ലാസ്സിൽ നല്ല പോലെ വെള്ളം ഒഴിച്ചിട്ട് അതിനകത്ത് അവരുടെ കയ്യിലുള്ള തേയിലയും നമ്മളുടെ കയ്യിലുള്ള തേയിലയും ഇട്ട് കൊടുത്താൽ നമുക്ക് മനസ്സിലാക്കും ചായം ഏതാണ്, ചായ ഏതാണെന്നുള്ളത്. നമ്മളുടേത് ഒറിജിനൽ ചായയാണ്, പുറമേ കിട്ടുന്നത് പലപ്പോഴും ചായമാണ്. ഈ ഒരു തിരിച്ചറിവ് കൊടുക്കാൻ പറ്റിയാൽ പ്രൊഡക്റ്റിന്റെ കാര്യത്തിൽ നമ്മൾ വിജയിക്കും. പറഞ്ഞാൽ മതി, ആരോഗ്യത്തിലേക്കുള്ള ഒരു തിരിച്ചറിവാണ് ആർ.സി.എം. ആരോഗ്യം നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും, ആരോഗ്യം നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാവും. അതിലേക്കുള്ള ഒരു ചവിട്ടുപടി അത് നമ്മളുടെ ആർ.സി.എം ആണ്. ഈ ആർ.സി.എമ്മിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെടും. നിങ്ങൾക്ക് അതിനനുസരിച്ചിട്ട് ആരാണോ ആത്മാർത്ഥമായിട്ട് ഇതിനെ പ്രൊമോട്ട് ചെയ്യാൻ പോകുന്നത് അതിന് നമുക്ക് വിജയിക്കാൻ പറ്റും. അപ്പൊ എപ്പോഴും എന്ത് വേണം നമ്മളുടെ ഉള്ളില്, എന്തിന് ഞാനിത് ചെയ്തു എന്നുള്ളൊരു കാര്യം സ്ട്രോങ് ആയിട്ട് നമ്മളുടെ ഉള്ളിലുണ്ട് എന്നാണെങ്കിൽ, ഞാൻ എന്തിന് ചെയ്തു, എന്തിന് ചെയ്യണം, എന്തിനാ നമ്മളിത് ചെയ്യണേ? സ്വാർത്ഥതയോട് കൂടിയിട്ട് ആർ.സി.എം ചെയ്യരുത്. സ്വാർത്ഥതയോട് കൂടിയിട്ട് ആർ.സി.എം ചെയ്തേക്കുമ്പോൾ എത്തില്ല. എനിക്ക് ഇത് പാടില്ല. നമ്മൾ ഒരിക്കലും നമ്മൾ എന്ത് വേണം, മറ്റുള്ളവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു സന്തോഷം ഉണ്ടാവും ആ കാര്യത്തില്. ആ സന്തോഷം മാത്രം മതി നമ്മളെ ലൈഫ് ടൈം വിജയിപ്പിക്കാനായിട്ട്. അപ്പൊ നമ്മൾ എപ്പോഴും ആളുകളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് വേണം ആർ.സി.എം എന്ന് പറയുന്ന ബിസിനസ് ചെയ്യാനായിട്ട്. ഇപ്പൊ എന്ത് കിട്ടണം എന്നുള്ളത് നമ്മൾ വിചാരിക്കേണ്ട. അതുപോലെ നമുക്ക് ഡെയിലി വിഷ്വലൈസേഷൻ വേണം. എന്തിന് ഞാൻ വന്നു എന്നുള്ളത് പോലെ തന്നെ ഡെയിലി നമ്മൾ എന്ത് കാര്യമാണ് ചെയ്യേണ്ടത്, ഇതിൽ എനിക്ക് പോകണമെന്നാണെങ്കിൽ ഡെയിലി എന്തൊക്കെ ഞാൻ ചെയ്യണം. പക്വതയോട് കൂടിയിട്ട് ആർ.സി.എം ചെയ്യുക, പക്വതയോട് കൂടിയിട്ട്, വിവേകത്തോടു കൂടിയിട്ട് ചെയ്യുക. ആളുകളെ ചേർത്ത് നിർത്തണതാണ്. കയ്യിൽ നിന്ന് വീഴുന്ന ഒരു വാക്ക് പോലും ഒരാളുടെ ഉള്ളിൽ ഉണ്ടാക്കുന്ന മുറിവ് എന്താണെന്നുള്ളത് മനസ്സിലാക്കാനായിട്ടുള്ള പക്വത ആർക്ക് വേണം? ചെയ്യുന്ന ആളുകൾക്ക് വേണം. അതല്ലെങ്കിൽ നമുക്ക് ദീർഘദൂരം പോകാനുള്ളതാ. ഇന്ന് തുടങ്ങി നാളെ അവസാനിപ്പിച്ച് ഇരുത്താനുള്ളതല്ല ആർ.സി.എം. പക്വത വേണം, ലോങ് ടേം വിഷൻ വേണം. ഇപ്പോഴും നമ്മുടെ ലീഡേഴ്സ് പറഞ്ഞു തരാറുണ്ട് ലോങ് ടേം വിഷൻ. ആ ഒരു വിഷനോട് കൂടിയിട്ട് പോകണം. ഡെയിലി വിഷ്വലൈസേഷൻ, എല്ലാ കാര്യങ്ങളും നമുക്ക് കൃത്യതയോട് കൂടിയിട്ട് നമ്മളുടെ കയ്യിൽ ചിട്ടയായിട്ട് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടാവണം. എന്ത് ചെയ്യണം, എപ്പോ ചെയ്യണം, ഇപ്പോ ഒരു 20-ാം തീയതിക്ക് ശേഷം എന്ത് ചെയ്യണം, 25-ാം തീയതിക്ക് ശേഷം ഞാൻ എന്ത് ചെയ്യണം. ഡാറ്റ വെച്ച് വർക്ക് ചെയ്യാനായിട്ട് പഠിക്കുന്നത് നമ്മുടെ ലീഡേഴ്സിന്റെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കുക. ഒരു റോയൽറ്റി ആൻഡ് എബോവ് ലീഡേഴ്സിന്റെ കയ്യിൽ നമ്മളുടെ ഡാറ്റാസ് ഉണ്ടാവും. നമ്മൾ ഏത് ലെവലിലാണ് നിൽക്കണേ, നമ്മുടെ കൂടെ എത്ര പേര് വന്നിട്ടുണ്ട്, അതിൽ എത്ര പേര് പർച്ചേസ് ചെയ്യാത്തുണ്ട്. ഞാൻ ഈ ഒരു സർക്കിൾ തൊഴുകയാണ് നമ്മുടെ കമ്പനീനെ, തൊഴുകയോടെ നോക്കുകയാണ്, വേറൊന്നുമല്ല.
എന്ത് ഇൻഫർമേഷൻ ആണോ നമ്മൾക്ക് വേണ്ടത് അത് കൃത്യമായിട്ടുള്ള സമയത്ത് നമ്മൾക്ക് വേണ്ടിയിട്ട് ചിട്ടപ്പെടുത്തി തരുന്ന ഒരു കൺസെപ്റ്റാണ് നമ്മുടെ RC. നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പർച്ചേസർ ഇൻ യുവർ ഗ്രൂപ്പ് എന്ന് പറയുന്ന സെഷൻ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിലുള്ളതേ കിട്ടുള്ളൂ. ടെർമിനേറ്റഡ് ആയ ആളുകളുടെ ലിസ്റ്റ് കിട്ടും. ഇതിൽ ഓരോ മാസവും എന്തൊക്കെ പർച്ചേസ് ചെയ്ത ആളുകൾ കിട്ടും. അതിൽ 5 മാസം വരെ പർച്ചേസ് ചെയ്യാത്ത ആളുകളെ നോക്കി നമ്മൾ ഓരോന്ന് എടുത്ത് കഷ്ടപ്പെടേണ്ടി വരുമായിരുന്നു. ഇപ്പോ ഈ മാസം കഴിഞ്ഞ മാസം മേടിച്ചിട്ട് ഈ മാസം ആരും വാങ്ങിച്ചിട്ടില്ല, കൃത്യമായിട്ട് കിട്ടും. കഴിഞ്ഞ മാസം മേടിച്ചിട്ടില്ല, ഈ മാസവും മേടിച്ചിട്ടില്ല, അതിന് മുന്നത്തെ മാസം വരെ ആള് മേടിച്ചു. അപ്പൊ ജൂണും ജൂലൈയും പർച്ചേസ് ചെയ്യാത്ത ആളുകളുടെ ലിസ്റ്റ്. ഇനി മെയിലും ജൂണിലും ജൂലൈയിലും പർച്ചേസ് ചെയ്യാത്ത ആളുകളുടെ ലിസ്റ്റ്. അതുപോലെ തന്നെ ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ 4 മാസങ്ങളിൽ പർച്ചേസ് ചെയ്യാത്ത ആളുകളുടെ ലിസ്റ്റ്, മാർച്ച് തുടങ്ങി പർച്ചേസ് ചെയ്യാത്ത ആളുകളുടെ ലിസ്റ്റ് എടുക്കുക. നമ്മുടെ ടീമിൽ ആരൊക്കെയാണ് പർച്ചേസ് ചെയ്യാത്ത അവരെ കോണ്ടാക്ട് ചെയ്യുക. എന്തുകൊണ്ട്? അതുപോലെ 100 PV താഴെ നിൽക്കുന്ന ആളുകളെ ഒന്ന് വിളിച്ചിട്ട് 100 PV മേലേക്കാക്കുക. നമ്മുടെ ബിസിനസ് ഗ്രാജുവലി പ്രോഗ്രസ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇതൊക്കെ ചിട്ടപ്പെടുത്തി വെക്കുക, ലീഡേഴ്സിന്റെ സപ്പോർട്ടോടുകൂടി ചെയ്യുക. അപ്പൊ നമുക്ക് ഇന്നും എന്ത് വേണം, എന്ത് എനിക്ക് നേടാൻ പറ്റും, അല്ലെങ്കിൽ എന്ത് എനിക്ക് ആളുകൾക്ക് കൊടുക്കാൻ പറ്റും, ഒരു പർപ്പസ് നമ്മൾക്ക് വേണം. അതിനു വേണ്ടി എങ്ങനെ ഞാൻ എത്തിപ്പെടും, എനിക്ക് ഡയമണ്ടിലേക്ക് പോകാനുള്ള വഴി എന്താണ് നമ്മൾ വിഷ്വലൈസ് ചെയ്യാം. ഞാൻ ആരാവണം എന്ന് ഞാൻ തന്നെ തീരുമാനിക്കണം, അല്ലാതെ മറ്റുള്ള ആളുകളെ തീരുമാനിച്ചിട്ട് ഒരു കാര്യമില്ല. നമ്മൾ തന്നെ തീരുമാനിക്കണ്ടേ? നമ്മൾ തീരുമാനിക്കാതെ നമ്മൾ ഒരിക്കലും ഒരാൾക്കും എങ്ങും എത്തിക്കാൻ പറ്റില്ല. എല്ലാവർക്കും പരിധികളുണ്ട്. കൈ തരുന്നതിൽ പോലും ഒരു പരിധികൾ നമുക്കുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ തീരുമാനിക്കാൻ നമുക്ക് എവിടെ എത്തണ്ടേന്നുള്ളത്. അതുപോലെ വേറൊരു കാര്യം, ഇപ്പൊ നമ്മള് എന്ത് ചെയ്തു, നമ്മൾ ഡെയിലി വിഷ്വലൈസ് ചെയ്തു, എന്തിന് നമ്മൾ RCMൽ വന്നുള്ള പർപ്പസ് നമ്മൾ മനസ്സിലാക്കി. എപ്പോഴും ഉള്ളിൽ ഉണ്ടാവുന്ന ഒരു കാര്യം, ഇത് സാധാ ഒരു ഇൻഡസ്ട്രി അല്ല, സാധാ ഒരു ബിസിനസ് അല്ല. ഒരു പരസ്യം ഇല്ലാഞ്ഞിട്ട് പോലും ഈ 23 വർഷത്തിന് മേലെയായിട്ട്, ഇപ്പൊ അടുത്ത മാസം ആകുമ്പോൾ 24 വർഷം കംപ്ലീറ്റ് ചെയ്യുന്ന നമ്മളുടെ ഈ ഒരു പ്രസ്ഥാനം പരസ്യം ഇല്ലാണ്ടും ഇത്രയും അധികം പ്രൊഡക്റ്റുകൾ ഓരോ ദിവസവും ഇതിലേക്ക് ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇത്രയും അധികം ആളുകളെ കൂട്ടിക്കൊണ്ടിരിക്കുന്നു. എന്റെ നമ്പർ തുടങ്ങുന്നത് 30 വെച്ചിട്ടാ. ഇതിൽ പല ആളുകളുടെയും നമ്പർ തുടങ്ങുന്നത് 40 വെച്ചിട്ടാ, 40. അപ്പൊ ഞാൻ 3 കോടിയിലാണ്, നിങ്ങൾ 4 കോടിയിലാണ്. അപ്പൊ 4 കോടിയിലധികം ആളുകളെ അസോസിയേറ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ എന്താണ് ഇതിന്റെ ഒരു അവസരം? ഓരോ ദിവസവും ഇത് വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾക്ക് വളരണമെന്നാണെങ്കിൽ ഇനി എന്ത് ചെയ്യണം? പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നുണ്ട്, പക്ഷെ പ്രൊഡക്റ്റ് ഉപയോഗിച്ചുകൊണ്ട് ഒരു ലിമിറ്റ് ഉണ്ട് നമ്മൾക്ക് എത്താനായിട്ട്. സ്ഥിരമായിട്ട് പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്ന ആളുകൾ നല്ല രീതിയിൽ അവരുടെ ടീമിൽ വർക്ക് വരുന്നുണ്ട്, അവർ പോലും അറിയാതെ വർക്ക് ചെയ്യുന്നുണ്ടെന്നാണെങ്കിൽ അവർ വാങ്ങിക്കുന്ന ഉൽപ്പന്നത്തിൽ, കേട്ടോ രവീന്ദ്രൻ സാറേ, നമ്മൾ വാങ്ങിക്കുന്ന ഉൽപ്പന്നത്തിൽ നിന്ന് നമ്മൾക്കുള്ള നീക്കിയിരിപ്പ് എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കും. ഒരു 4000 രൂപയുടെ പ്രൊഡക്റ്റ് സ്ഥിരമായിട്ട് എടുക്കുന്ന ഒരു വ്യക്തി, അവരൊരു റിട്ടയർഡ് എംപ്ലോയി ആയിക്കോട്ടെ, അവർ കൊണ്ടുപോയി ആ 4000 രൂപ ബാങ്കിൽ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മാസവും അവർക്ക് 400 രൂപ വരുമാനം കിട്ടില്ല. അവരൊരു 22% സ്ലാബിലാണ് നിൽക്കണമെങ്കിൽ വിജയ മേഡം, ഒരു 400 രൂപയുടെ മേലേക്ക് അവർക്ക് എന്ത് കിട്ടും? റിട്ടേൺ കിട്ടും. വാങ്ങി ഉപയോഗിക്കേണ്ട സാധനം. 4000 രൂപയുടെ പ്രൊഡക്റ്റ് കിട്ടി, അതിന്റെ കൂടെ ഫ്രീ പ്രൊഡക്റ്റിന് വേണ്ടിയിട്ട് അവിടെ ഹോൾഡ് ആയി. ഒപ്പം എന്ത് വന്നു? നമുക്ക് അക്കൗണ്ടിലേക്ക് ക്യാഷ് ബാക്ക്. എത്ര നാള് കഴിഞ്ഞാലാണ് നമുക്കൊരു 4000 രൂപ അക്കൗണ്ടിൽ ഇട്ടാൽ 400 രൂപ കിട്ടുക? ശരിയല്ലേ? ബാങ്കിനെ പോലെ തോൽപ്പിച്ച് കളയും ചില സമയത്ത് RCM. അപ്പൊ നമ്മുടെ സേവിങ്സ് എന്താണെന്നുള്ളത് മനസ്സിലാക്കുക. ഇതിൽ നില ഉറപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക. ഇത്രയും വലിയൊരു അവസരം, വലിയൊരു ഓപ്പർച്യൂണിറ്റിയാ. അതൊന്ന് ഞാൻ പറയണത് ഇന്ന് എല്ലാവരും ഇതൊന്ന് കണക്ക് കൂട്ടി നോക്കണം കേട്ടോ. നമ്മുടെ കയ്യിലേക്ക് വരുന്ന ആ ഒരു RCMൽ നമ്മൾ ഉപയോഗിച്ച് തീർക്കുന്ന ആ ഒരു പ്രൊഡക്റ്റിന്റെ അവസരം എന്താണെന്നുള്ളതും അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വരുമാനം എന്താണെന്നുള്ളതും നമ്മളൊന്ന് കണക്ക് കൂട്ടി നോക്കുക. ഈ എമൗണ്ട്, നമ്മൾ ഈ പ്രൊഡക്റ്റ് എടുക്കുന്ന എമൗണ്ട് നമ്മൾ ബാങ്കിൽ ഇട്ടാൽ നമ്മൾക്ക് എന്ത് കിട്ടും? RCMൽ നിന്ന് പ്രൊഡക്റ്റ് എടുത്താൽ നമ്മൾ ഓരോ ലെവലിൽ കഴിയുമ്പോഴും, ഓരോ എന്താ പറയാ, നമ്മുടെ ടീം കൂടി വരുമ്പോഴും എന്ത് കിട്ടും എന്നുള്ളത് മനസ്സിലാക്കി നോക്കുക. വലിയ അവസരമാണ്. അപ്പോ ഈ ബിസിനസ്സിലേക്ക് നമ്മൾ എന്ത് വേണം? നമ്മൾ സാധാ ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കുന്ന ഒരു കസ്റ്റമറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാതെ നമ്മുടെ കൂടെ എന്നും പോസിറ്റീവായിട്ട് ആളുകളെ ചേർത്ത് നിർത്തുക. നെഗറ്റിവിറ്റി ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ മാറ്റുക. പോസിറ്റീവ് ആയിട്ടുള്ള ആളുകളായിട്ട് കൂടെ നമ്മൾ ചേർന്ന് നിൽക്കുകയാണെങ്കിൽ നമ്മൾ ഔട്ട് ഓഫ് ഫ്ലോയിൽ അങ്ങ് പോകും. എന്നും ആ ഒരു വൈബോട് കൂടിയിട്ട് നമുക്ക് പോകാനായിട്ട് സാധിക്കും. കാരണം പോസിറ്റീവ് മൈൻഡ് സെറ്റ് ഇല്ലാതെ RCM ബിസിനസ്സിൽ വിജയിക്കാനായിട്ട് പറ്റില്ല. അതുപോലെ വിന്നിങ് മൈൻഡ് സെറ്റ് ആണ് നമുക്ക് വേണ്ടത്. വിൻ ചെയ്യാം. വിന്നിങ് എക്സ്ക്യൂസ് അല്ല. പൊതുവെ നമ്മളുടെ ബിസിനസ്സിലേക്ക് വരുന്ന ആളുകൾ ഒരു എക്സ്ക്യൂസ് കണ്ടെത്തും. ഇന്ന്
പോവണ്ട, മഴയല്ലേ, നാളെ പോവാം. എക്സ്ക്യൂസ് മൈൻഡ് സെറ്റ്, നോ. സേ നോ ടു എക്സ്ക്യൂസ്. എക്സ്ക്യൂസ് വേണ്ട നമുക്ക്. നമുക്ക് വേണ്ടത് എന്താണ്? വിന്നിങ് മൈൻഡ് സെറ്റാ. എനിക്ക് വിജയിക്കണം. ഈ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടെന്നാണെങ്കിൽ എന്തും ചെയ്യും. കയ്യിൽ 5 പൈസ ഇല്ലാതെ വരുമ്പോ അത്ര നാൾ നമ്മൾ കട്ടിലിന്റെ അടിയിൽ വെച്ച പ്രൊഡക്റ്റുകൾ ഓർമ്മ വരും. ഇതൊന്ന് കൊണ്ടുപോയി സെയിൽ ചെയ്യാൻ നമുക്ക് തോന്നും. ശരിയല്ലേ? എന്നും ഇതില്ലാന്ന് അങ്ങ് വിചാരിച്ചാലോ, എന്നും നമുക്ക് പോകാനായിട്ട് തോന്നും. അപ്പൊ ഒരു വിന്നിങ് മൈൻഡ് സെറ്റ് നമുക്ക് വേണം. അതുപോലെ നല്ല ഒരു ലേണർ ആയിട്ട് നമ്മൾ മാറണം. എന്നും പഠിക്കുക. ഒരു പ്രോഗ്രാം പോയി അറ്റൻഡ് ചെയ്താൽ, സത്യമായിട്ട് ഇന്ന് ഇതുപോലെ ഫ്ലോ ആയിട്ട് സംസാരിക്കുന്നുണ്ട് എന്നാണെങ്കിൽ എന്റെ ലീഡർമാര് എനിക്ക് തന്ന അറിവുകളാ. അറിവുകൾ മുഴുവൻ തന്നത് അവരാ. ഉപയോഗിക്കണ നാവ് എന്റെ ആണെങ്കിലും അറിവുകൾ മുഴുവൻ തന്നത് അവരാ. എന്നും നന്ദിയും കടപ്പാടുണ്ട്. നമ്മളുടെ നാവ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഇത്രയും അറിവുകൾ നമ്മൾക്ക് തരുന്ന ഗുരുക്കന്മാരെ എന്നും ഓർക്കുക. നല്ലത് മാത്രം പറയാനായിട്ട് ഇത് ഉപയോഗിക്കുക. നല്ലൊരു ലിസണർ ആവുക, നല്ലൊരു ലേണർ ആവുക. കേൾക്കുക, വളരെ ഇമ്പോർട്ടന്റ്. നമ്മൾ പറയുന്ന കാര്യങ്ങൾ കേട്ടില്ല എന്നാണെങ്കിൽ ഒന്ന് ആലോചിക്കുക. പല സാഹചര്യങ്ങളിൽ നിന്ന് വരുന്ന മനുഷ്യരാണ്. ഒരുപാട് ജീവിത പ്രശ്നങ്ങൾ ഉണ്ടാവും. ഡയമണ്ട് ആണ് ആഗ്രഹിക്കുന്നത്. എത്ര പേര് ഈ കൂട്ടത്തിൽ ഡയമണ്ട് ആഗ്രഹിക്കുന്നുണ്ട്? ഒന്ന് ഹാൻഡ് റൈസ് ചെയ്തേ. ഡയമണ്ട് ആവണം, സ്റ്റാർ ഡയമണ്ട് ആവണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ എത്ര പേരുണ്ട്? ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യും. ഒത്തിരി ആളുകൾ ഡയമണ്ട് ആവണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അല്ലെ? ഡയമണ്ട് ആവണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ മസ്റ്റ് ആയിട്ടും നല്ലൊരു ലിസണർ ആയിരിക്കണം, നല്ലൊരു ലേണർ ആയിരിക്കണം. ലിസൺ ചെയ്യുക, ഇരുന്ന് കേൾക്കുക. നമ്മൾ ചിലപ്പോൾ തിരക്കുകൾ ഉണ്ടാവും. അപ്പൊ നമ്മൾ ഒരാൾ ഒരു കാര്യം പറയുന്ന സമയത്ത് അതിന് ഓടിപ്പോകരുത്. മനസ്സറിഞ്ഞ് കേൾക്കുക, അവരുടെ അവസ്ഥ എന്താണെന്നുള്ളത് മനസ്സിലാക്കുക. ആ കേട്ട് കഴിഞ്ഞിട്ട് അപ്പൊ നമുക്ക് മറുപടി കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും പറയാ, ഞാനതെല്ലാം കേട്ടിട്ടുണ്ട്, ഞാനൊന്ന് ആലോചിക്കട്ടെ, എനിക്ക് ചെയ്തു തരാൻ പറ്റുന്നതിന്റെ മാക്സിമം ഞാൻ നിങ്ങളുടെ കൂടെ തന്നെ നിൽക്കും എന്നുള്ളൊരു വാക്ക് നമുക്ക് കൊടുക്കാൻ പറ്റിയാൽ അവിടെ നമ്മൾ വിജയിച്ചു. അതിന്റെ കൂടെ അവരെ ഒന്ന് ഫോളോ അപ്പ് ചെയ്ത് നമ്മൾ പോവുകയാണെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പിനെ വേണം നമ്മൾക്ക് ബിൽഡ് ചെയ്ത് കൊണ്ടുപോകാൻ. ഇന്ന് വന്ന് 10 കാശ് അവൻ മുഖേന 10 കാശ് കിട്ടി അവനെ കൊണ്ട് എല്ലാ പോളിയും ചെയ്യിപ്പിച്ച് 10 കാശ് മേടിച്ചിട്ട് നാളെ അവന് പൈസ ഇല്ലാതെ ആകുമ്പോ തട്ടിക്കളയരുത് നമ്മള്. എന്തെങ്കിലും കിടപ്പായി പോയി, സെയിൽസ് ചെയ്തു കിടപ്പായി പോയി, പിന്നെ സെയിൽ ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ ആ ഒരു അവസരത്തിൽ കോൺഫിഡൻസ് കൊടുക്കണം. എങ്ങനെ? നിനക്ക് പോവാൻ പറ്റിയില്ലേ, കുഴപ്പമില്ല, അവിടെ നിന്ന് നിനക്ക് ചെയ്യാൻ പറ്റുന്നത് നിനക്ക് ചെയ്യാം, ബാക്കിയുള്ള സപ്പോർട്ട് ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടെന്നുള്ള ഒരു കോൺഫിഡൻസ് ആർക്ക് കൊടുക്കാൻ പറ്റണം? നമുക്ക്. നമ്മൾ കേൾക്കാനായിട്ട് തയ്യാറാവണം, നമ്മൾ പഠിക്കാനായിട്ട് തയ്യാറാവണം. പഠിക്കണം. എന്ത് പഠിക്കണം? ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഓരോ ദിവസവും പുതിയ പുതിയ കാര്യങ്ങൾ നമ്മുടെ സൂം പ്രോഗ്രാംസ് കൂടെ നമ്മൾ കേട്ടോണ്ടിരിക്കുകയാണ്, എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ കുറെ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഉദയഗീരണം പ്രോഗ്രാം വന്നേ? നമുക്ക് പഠിക്കാനായിട്ടുള്ള ചവിട്ടുപടികള് ലീഡർമാരായിട്ട് തുറന്നു തരണുണ്ട് നമ്മുടെ ഗുരുക്കന്മാര്. ആ അവസരം നമ്മൾ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാ. ഡോക്ടർ സുരേന്ദ്രവട്ട് സാർ എന്ന് പറയുന്ന നെറ്റ്വർക്ക് മാർക്കറ്റിംഗിന്റെ ആചാര്യനായിട്ടുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ ഒരു മിനിറ്റിന് കൊടുക്കണം വാല്യൂസ്. ഒരു മിനിറ്റിന് 250 രൂപയുടെ ഒരു ടിക്കറ്റ് എടുത്തിട്ട് മാത്രമേ നമ്മൾ അവിടെ പോകണുള്ളൂ. അദ്ദേഹത്തിന്റെ ഒരു മിനിറ്റിന്റെ വാല്യൂ എന്താണെന്നുള്ളത് മനസ്സിലാക്കൂ. ഒരു മാസം 25 ലക്ഷത്തിന് മേലെ വരുമാനം മേടിക്കുന്ന ഒരു വ്യക്തിയാവുമ്പോ അയാളുടെ ഒരു മിനിറ്റിന്റെ വാല്യൂ എന്താണ്, അദ്ദേഹത്തിന്റെ ഒരു മിനിറ്റിന്റെ വാല്യൂ എന്താണെന്നുള്ളത് മനസ്സിലാക്കുക. നമ്മൾ കൊടുക്കുന്ന 250 റുപ്പീസ് അവിടെ ഒന്നുമല്ല. എന്തുകൊണ്ട് അദ്ദേഹത്തിന് അത്രയും ടൈം വാല്യൂ വന്നു? അദ്ദേഹം പഠിച്ചു. കണ്ടിന്യൂസ് ആയിട്ട് അദ്ദേഹം പഠിച്ചുകൊണ്ടേയിരുന്നു. ഇന്നും അദ്ദേഹം പഠിക്കുന്നു, ഇന്നും അദ്ദേഹം പഠിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. നമ്മളും പഠിക്കണം, നമ്മളും പഠിപ്പിക്കണം. നമ്മൾ പഠിച്ചാലേ പഠിപ്പിക്കാൻ പറ്റുള്ളൂ. എനിക്ക് ഉറപ്പുള്ളൊരു കാര്യം ഞാൻ പറയട്ടെ. ഇവിടെ ഞാൻ 100-ൽ 110% ഗ്യാരണ്ടി തരുന്ന ഒരു കാര്യം, ഡയമണ്ട് സുരേന്ദ്രവട്ട് സാറിന്റെ പ്രോഗ്രാമില് അറ്റൻഡ് ചെയ്ത ഒരാളും ഇന്നും RCM-നെ മനസ്സിലാക്കാതെ പുറകോട്ട് പോയിട്ടില്ല. സുരേന്ദ്രവട്ട് സാർ തരുന്നത് മൂല്യാധിഷ്ഠിതമായിട്ടുള്ള വിദ്യാഭ്യാസം. മൂല്യാധിഷ്ഠിതമായിട്ടുള്ള വിദ്യാഭ്യാസ രീതി ഫോളോ ചെയ്യുന്ന ആളുകൾ RCM-ൽ വിജയിക്കും. ഒരു നല്ല ലേണർ ആവാനായിട്ടും അതുപോലെ തന്നെ നല്ല ഒരു ബിസിനസ്, അതും ഒരു എന്താ പറയാ, നമ്മൾക്ക്
വേണ്ടുന്ന കാര്യങ്ങൾ എടുത്തുകൊണ്ട് വേണ്ടാത്ത കാര്യങ്ങൾ എലിമിനേറ്റ് ചെയ്തുകൊണ്ട് എല്ലാവരെയും ചേർത്ത് നിർത്തിക്കൊണ്ട് റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്തുകൊണ്ട് എങ്ങനെ ഒരു ബിസിനസ്സിൽ സക്സസ്ഫുൾ ആവണം എന്നുള്ള കാര്യമാണ് ആര് പറഞ്ഞു തരാൻ പോണേ? ഡയമണ്ട് സുരേന്ദ്രൻ സാർ പറഞ്ഞു തരാൻ പോണേ. കുറെ കാര്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്, എല്ലാം കൂടി തലയിൽ ഒതുങ്ങുന്നില്ല എന്ന് വിചാരിക്കുന്നുണ്ടാവും. പക്ഷെ ഒന്നുമല്ല. കാരണം ഇന്നലെ കേട്ടതിൽ ഒരു 80% മറന്നുപോയി നമ്മള്. ഒരു 20% മാത്രമേ ഉള്ളൂ. ആ 20% വലുതാക്കി കൊണ്ടു നടക്കാണ്. അപ്പൊ 80%-നുള്ള സ്പേസ് അവിടെ വീണ്ടും നമ്മൾ ബാക്കി വെച്ചിട്ടുണ്ട്. അത് വീണ്ടും നിറയ്ക്കണം എന്നാണെങ്കിൽ എന്ത് വേണം? പ്രോഗ്രാം നമ്മൾ അറ്റൻഡ് ചെയ്യുക. ഒരു കോംപ്രമൈസും ഈ കാര്യത്തിൽ പാടില്ല. നമ്മൾ നല്ലൊരു ലേണർ ആയിരിക്കുക. പ്രോഗ്രാംസിന് പ്രാധാന്യം കൊടുക്കുക. ഡയമണ്ട് സുരേന്ദ്രൻ സാറിന്റെ പ്രോഗ്രാം അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് അറിവുകൾ കിട്ടും. ഈ അറിവുകൾ വെച്ചിട്ട് ഒരു 10 പേരെ കൂടി കൂട്ടിക്കൊണ്ടാണ് പോണേന്നാണെങ്കിൽ നമുക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാൻ 10 പേര് കൂടെ നമ്മുടെ കൂടെ കൂടും. സോണൽ സെലിബ്രേഷനിൽ മസ്റ്റ് ആയിട്ടും പങ്കെടുക്കുക. രജിസ്റ്റർ ചെയ്യാത്ത ആളുകൾ രജിസ്റ്റർ ചെയ്യുക. അവിടെ നമ്മുടെ വിഷൻ ഒന്നുകൂടെ ക്ലിയർ ആവും. എന്നിട്ട് ഒക്ടോബർ 7-8 കമ്പനിയിൽ നടക്കാൻ പോകുന്ന സ്പെഷ്യൽ നമ്മൾക്ക് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് സെഷനിൽ പങ്കെടുക്കുക. കമ്പനിയിൽ പോണം, രാജസ്ഥാനിൽ പോണം. എന്താണ് ഇതിന്റെ ഇൻഫ്രാസ്ട്രക്ചർ കാണണം, എന്താണ് ഇതിന്റെ അവസരം മനസ്സിലാക്കണം. നമ്മളുടെ ചാബ്ര സാറിനെ പോയി കാണണം. അദ്ദേഹത്തിന്റെ ആ ലളിതമായിട്ടുള്ള രീതി, അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള ആ ഒരു സ്നേഹം നമ്മൾ മനസ്സിലാക്കണം. ആർസിഎമ്മിന്റെ വിഷൻ എന്താണെന്നുള്ള മനസ്സിലാക്കണം. ഒരു കണ്ടിന്യൂസ് ലേണർ ആയിട്ട് മാറിയാൽ തീർച്ചയായിട്ടും നമുക്ക് ഒരുപാട് ഉയരങ്ങളിലേക്കും ഒരുപാട് ദൂരം സഞ്ചരിക്കാനും സമൂഹത്തിൽ നല്ലൊരു വ്യക്തിയായിട്ട് മാറാനായിട്ട് നമുക്ക് പറ്റും. ശരിയല്ലേ? എത്രത്തോളം നമ്മുടെ അറിവിന്റെ ആ ഒരു അളവ് നമ്മൾ കൂട്ടുന്നോ അത്രത്തോളം നമ്മൾക്ക് മുന്നിലേക്ക് പോകാനായിട്ട് പറ്റും. അറിവ് കൂട്ടുക, കണ്ടിന്യൂസ് പ്രാക്ടീസ് ചെയ്യുക. അവസരങ്ങൾ കിട്ടിയാൽ നോ പറയരുത്. ഒരിക്കലും നോ പറയരുത്. മടി വരാൻ പാടില്ല. ആർസിഎം ബിസിനസ്സിൽ എനർജി വേണം എപ്പോഴും. സ്ഥിരോത്സാഹത്തോടു കൂടിയിട്ട് വർക്ക് ചെയ്യണം. കൂടുതൽ ആളുകളെ കൂടെ ചേർക്കണം. ഞാൻ 5 പ്രാവശ്യം രാജസ്ഥാൻ പിൽവാര കണ്ടതാ. ഞാൻ 6ാമത്തെ പ്രാവശ്യമാണ് ഒക്ടോബറിൽ പോണേ. എന്തിനു വേണ്ടി? ഞാൻ കണ്ടു കഴിഞ്ഞതല്ല, എനിക്ക് പോവാണ്ടിരിക്കാം. പക്ഷേ ഞാൻ എന്നും ആർസിഎമ്മിനെ കാണുന്ന പുതിയൊരാളുടെ കണ്ണിൽ കൂടെയാ. പുതിയൊരാളുടെ കണ്ണിൽ കൂടെ. എന്നും താജ്മഹൽ കാണുന്നത് പുതിയൊരാളുടെ കണ്ണിൽ കൂടെയാ. അവരുടെ കണ്ണിൽ വരുന്ന ആ ഒരു കൗതുകം ഉണ്ടല്ലോ, അത് ഫീൽ ചെയ്യാൻ നമുക്ക് പറ്റിയാൽ നമുക്ക് എന്നും ആർസിഎമ്മിലേക്ക് കൂടി ചേർന്ന് നിൽക്കാനും നമുക്ക് മടി തോന്നില്ല. എന്നും എനർജിയോട് കൂടിയിട്ട് ആ ഒരു സ്ഥിരോത്സാഹത്തോട് കൂടിയിട്ട് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റും. ഞാൻ എപ്പോഴും പറയാറുണ്ട്, 3 ആണ് നമുക്ക് വേണ്ടത്. 1 എനർജി, 2 എന്തൂസിയാസം, 3 നമുക്ക് വേണ്ട ഒരു കാര്യമാണ്. എന്നും എല്ലാ കാര്യങ്ങളും, അതായത് എമ്പത്തി വേണം നമുക്ക്. അത് ഞാൻ പറയാറുണ്ട്. മറ്റുള്ള ആളുകളുടെ കാര്യങ്ങളിലാണെങ്കിലും ഒരു എന്താ പറയാ മനസ്സിലാക്കാനായിട്ട് നമ്മൾ തയ്യാറാവണം. എനർജി വേണമെന്ന് പറയാറുണ്ട്. പിന്നെ നമ്മള് ഇമോഷൻസ് കൂടുതൽ വേണം. എന്ത് ഇമോഷൻ ആണെന്ന് അറിയാം? നല്ലതിനെ അക്സെപ്റ്റ് ചെയ്യാനായിട്ടുള്ള ഇമോഷൻസ്. നല്ലത് കണ്ടാൽ അതിനെ അംഗീകരിക്കണം. നല്ലത് കണ്ടു കഴിഞ്ഞാൽ ആരായിക്കോട്ടെ, ഇന്ന് പുതിയതായിട്ട് ഒരാളാണ് നമ്മുടെ ബിസിനസ്സിൽ വന്നതെങ്കിൽ കൂടെ അയാളെ നമ്മൾ അറിയണം. ഹോസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ പഠിക്കണം. നമ്മളുടെ എക്സ്പീരിയൻസുകൾ എന്നും നമ്മളുടെ ചവിട്ടുപടികളായിട്ട് മാറ്റാനായിട്ട് നമുക്ക് പറ്റണം. എൻകറേജ്മെന്റ്, ഞാൻ ഇങ്ങനെ വിട്ടുപോയി. എൻകറേജ് ചെയ്യാൻ പഠിക്കണം. അതാണ് ഞാൻ പറയാൻ വന്നത്. എനർജി വേണം, എന്തൂസിയാസം വേണം, എൻകറേജ് മെന്റാലിറ്റി നമുക്ക് വേണം. അതായത് ആര് നമ്മുടെ ബിസിനസ്സിലേക്ക് വരുന്നോ, നമ്മളുടെ ടീം മാത്രമല്ല, ഡിയർ ലീഡേഴ്സ്, ഒരു റിക്വസ്റ്റ് ആണ്. എല്ലാവരും കഴിക്കുന്നത് ഭക്ഷണം തന്നെയാണ്. അല്ലേ? ഭക്ഷണം കഴിച്ചിട്ട് തന്നെയാണ് നമ്മൾ എല്ലാവരും പോണേ. നമ്മളുടെ ടീമിലല്ലാത്ത ഒരാളെ പോലും എൻകറേജ് ചെയ്യാൻ പഠിക്കുമ്പോഴേ ക്വാളിറ്റി ഉള്ള ഒരു ലീഡർഷിപ്പിലേക്ക് നമുക്ക് വരാൻ പറ്റും. എപ്പോഴും വാല്യൂ ചെയ്യുന്നത് ക്വാളിറ്റി ഉള്ള ലീഡേഴ്സിനെയാണ്. അല്ലാതെ ഞാൻ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ ഷെയർ ചെയ്തിരുന്ന തങ്കം ടീച്ചറിന്റെ വീഡിയോ എനിക്ക് ഒരുപാട് സന്തോഷമായി. ഇവിടെ ഉണ്ട് ഇത്രയും ചുറുചുറുക്കുള്ള ഒരു ചെറുപ്പക്കാരി. എനിക്ക് തോന്നുന്നു 1000-2000 മേലെ ആളുകൾ ഇന്ന് കണ്ടു കഴിഞ്ഞു തങ്ക ടീച്ചറിന്റെ വീഡിയോസ്. എത്രമാത്രം ആളുകൾ ഷെയർ ചെയ്തു എന്നറിയാമോ? കാരണം നല്ലത് എവിടെയും നമ്മൾ പ്രൊമോട്ട് ചെയ്യണം, നല്ലത് എവിടെയും നമ്മൾ കാണിച്ചു കൊടുക്കണം. നല്ലതിനെ കണ്ടു കഴിഞ്ഞാൽ അതിനെ അനുമോദിക്കാൻ പഠിക്കണം, എൻകറേജ് ചെയ്യണം.
എൻകറേജ് ചെയ്തുകൊണ്ട് ക്വാളിറ്റി ഉള്ള ഒരു ലീഡർഷിപ്പിലേക്ക് നമ്മൾ വരണം. അങ്ങനെ ക്വാളിറ്റി ഉള്ള ഒരു ലീഡറാണ് നമ്മുടെ ഡയമണ്ട് സുരേന്ദ്രൻ സാർ. അദ്ദേഹത്തിന്റെ പ്രോഗ്രാമാണ് നടക്കാൻ പോണെ. കണ്ടുപഠിക്കാനുണ്ട്, അദ്ദേഹത്തിന്റെ കാണുമ്പോൾ തന്നെ പഠിക്കാനുണ്ട്. ഒരു സാധാരണക്കാരനായിട്ടുള്ള വ്യക്തി എങ്ങനെ ഒരു ഡയമണ്ട് ആയി, സ്ഥിരോത്സാഹത്തോടു കൂടിയിട്ട് സ്ഥിരമായിട്ട് പഠിച്ച് അദ്ദേഹത്തിന്റെ എനർജി ഒരിക്കലും കളഞ്ഞിട്ടില്ല. എല്ലാവരോടും ഒരുപോലെ ഈക്വൽ ആയിട്ട് ട്രീറ്റ് ചെയ്ത് ഇമ്പാർഷ്യൽ ആയിട്ട്, അതായത് എല്ലാവരും ഒരുപോലെ കണ്ടുകൊണ്ട് അദ്ദേഹം പോകുന്നു. ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അതുകൊണ്ട് ഇന്ന് ഈ പ്രോഗ്രാം കേൾക്കുന്ന 510 പേരുണ്ട്, എന്നെ കൂടാതെ 509 പേര് ഇപ്പൊ ഉണ്ട് ഈ പ്ലാറ്റ്ഫോമില്. ഈ ഒരാള് പോലും പ്രോഗ്രാമിൽ ഒരു കാരണവശാലും മിസ്സാക്കരുത്. കാരണം ഡയമണ്ടിന് നമ്മുടെ കയ്യിലേക്ക് കിട്ടണതാ. പൈസ പൈസ സമ്പാദിക്കാനായിട്ടുള്ള മാർഗം അദ്ദേഹം പറഞ്ഞു തരും. പല ആളുകളും 250 രൂപയിൽ ഇങ്ങനെ പിടിച്ചു തൂങ്ങിയിട്ടാണ് വരാത്തെ. പക്ഷേ 250 അല്ല, കോടികൾ സമ്പാദിക്കാനായിട്ടുള്ള അവസരം അദ്ദേഹം പറഞ്ഞു തരാണ്. കേൾക്കുക. നമുക്ക് RC ബിസിനസ്സിൽ നമ്മളെ പോസിറ്റീവ് ആക്കുക. നമ്മളെപ്പോഴും വേണ്ട ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞിട്ട് ഞാൻ ഈ പ്രോഗ്രാം അവസാനിപ്പിക്കും. നമ്മൾ വേണ്ടത് ബി നോൺ ടു അതേഴ്സ്. പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്താലേ 10 പേരെ നമ്മൾ അറിയുള്ളൂ, മനസ്സിലാക്കുള്ളൂ, കാണുള്ളൂ. ആരെ അറിയാത്ത വ്യക്തികളോട് കൂടെ ആരും വരില്ല. നമ്മൾ അറിയണം. അതിനൊക്കെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് യൂസ് ചെയ്യണ പോലെ തന്നെ ഇതുപോലുള്ള പ്രോഗ്രാംസ് വരുമ്പോ നമ്മുടെ ലീഡേഴ്സിനെ കാണാനും അവരെ മനസ്സിലാക്കാനും, നമ്മളെ നമ്മുടെ ലീഡേഴ്സിനെ കാണാനും അവരോട് നമുക്ക് കൂടുതൽ അടുക്കാനും സാധിക്കും. റിലേഷൻഷിപ്പ് ബിസിനസ് ആണ്, സെക്യൂരിറ്റി ഉള്ളതാണ്, ഒരുപാട് ആളുകളെ ചേർത്ത് നിർത്താൻ പറ്റുന്നത്. അപ്പോ എയിം എന്ന് പറയുന്നത് നമ്മുടെ ഡയമണ്ട് ശ്രീധർ സാറിന്റെ പ്രോഗ്രാം ഈ സൺഡേ ആണ്, മറന്നു പോകരുത്. പ്രയോറിറ്റി കൊടുക്കുക. ഒരു കല്യാണത്തിന് പോയി സദ്യ ഉണ്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അന്നത്തോടെ കഴിഞ്ഞു. പോകാൻ പറ്റില്ലെങ്കിൽ പിറ്റേ ദിവസം ആണെങ്കിലും പോവാം. ഡയമണ്ടിനെ നമുക്ക് എപ്പോഴും കിട്ടില്ല. ഇപ്പൊ തരുന്ന അറിവ് പിന്നെ കിട്ടില്ല, പിന്നെ തരണത് അതിന് ശേഷം കിട്ടില്ല. ഇപ്പൊ തരുന്നത് ഇപ്പൊ മാത്രമേ കിട്ടുള്ളൂ. അതുകൊണ്ട് അത് മനസ്സിലാക്കിയിട്ട് എല്ലാവരും നല്ല, എന്താ പറയാ, നല്ല ലേണേഴ്സ് ആയിട്ട്, നല്ല ലിസണേഴ്സ് ആയിട്ട് നമ്മുടെ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുക. നമ്മളുടെ വിന്നിങ് മൈൻഡ് സെറ്റോട് കൂടിയിട്ട് നമ്മുടെ ടീമിനെ ചേർത്ത് നിർത്തി നമുക്ക് പോകാനായിട്ട് പറ്റണം. ഒരു ചെറിയൊരു ഷോർട്ട് സ്റ്റോറിയും കൂടെ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കും. ഒരിക്കല് ഒരു നാട്ടിലെ ഒരു അമ്മയുണ്ട്. എന്തോ ആയിക്കോട്ടെ, ഒരു പേര് നിങ്ങൾ കൊടുത്തോ. എനിക്ക് മണിയമ്മ എന്നായിക്കോട്ടെ, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരാളാണ് മണിയമ്മ. മണിയമ്മ ഇങ്ങനെ ഇരുന്ന് ആ നാട്ടില് ഫ്രൂട്ട്സ് സെല് ചെയ്യാണ്. എന്ത്, പഴങ്ങള് വിൽക്കണ ഒരു കച്ചവട. ആ നാട്ടിലൊരു പ്രശസ്തനായിട്ടുള്ള ഒരു എന്താ വിദ്വാൻ, അതായത് കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു മാഷുണ്ട്. അപ്പൊ എല്ലാ ദിവസവും ഈ മാഷ് അദ്ദേഹത്തിന്റെ സ്കൂളിലേക്ക് പോകുമ്പോ കുറെ ഫ്രൂട്ട്സ് ഈ മണിയമ്മയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ടാ പോവാ. കുറെ ഫ്രൂട്ട്സ് മേടിക്കും. ഫ്രൂട്ട്സ് മേടിച്ച് എല്ലാ ദിവസവും പോകും. അപ്പൊ എല്ലാ ദിവസവും ഈ മണിയമ്മ അടുത്ത് വന്നിട്ട് അതിൽ നിന്ന് ഒരെണ്ണം എടുത്ത് കഴിക്കും. ഒരു പഴം എടുത്ത് കഴിച്ചിട്ട് അദ്ദേഹം പകുതി കുറച്ചെടുത്ത് അദ്ദേഹം കഴിച്ചിട്ട് പറയേ, ഇതൊന്നും കാശിന് കൊള്ളൂല, പിന്നെ നിങ്ങൾ ഇത്ര പ്രായമുള്ള സ്ത്രീ ആയതുകൊണ്ടാണ് ഞാൻ ഈ സാധനം എല്ലാ ദിവസവും മേടിച്ചിട്ട് പോണേന്ന് പറഞ്ഞിട്ട് അത് അവിടെ ഇരിക്കണ ഒരു ഇതിൽ എന്താ പറയാ, അവിടെ ഒരു യാചകനുണ്ട്, അദ്ദേഹത്തിന്റെ കയ്യിലോട്ട് ഇട്ട് കൊടുത്തിട്ട് അദ്ദേഹം പോകും. അപ്പോ ഇത് സ്ഥിരം കാണുന്ന തൊട്ടടുത്ത് കട നടത്തുന്ന ഒരാൾ വന്നിട്ട് ചോദിച്ചു, മണിയമ്മ, നിങ്ങള് ഈ മനുഷ്യൻ എല്ലാ ദിവസവും നിങ്ങളെ കുറ്റം പറഞ്ഞിട്ടാ പോണേ, പക്ഷെ നിങ്ങൾ എന്തിനാ വീണ്ടും വീണ്ടും അദ്ദേഹത്തിന് സാധനം കൊടുക്കണേ? അപ്പോ മണിയമ്മ പറഞ്ഞൊരു കാര്യമുണ്ട്. സത്യത്തില് അദ്ദേഹം ഈ ഒരു പഴത്തിനെ കുറ്റം പറയണതല്ല. ഈ യാചകൻ, ഇവിടെ ഇരിക്കുന്ന ആൾക്ക് ഈ പഴം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം എന്നും എന്നെ കുറ്റം പറയണത്. അതുകൊണ്ട് ഞാനൊരു പഴം എക്സ്ട്രാ വെക്കും. അതുകൊണ്ട് ഒരു പഴം ഞാൻ എപ്പോഴും എക്സ്ട്രാ അദ്ദേഹത്തിന് കരുതാറുണ്ട് എന്ന്. മനസ്സിൽ എന്നും നന്മ സൂക്ഷിക്കുക. ഹാർവേർഡ് യൂണിവേഴ്സിറ്റി പോലും പറയുന്നുണ്ട്, മനസ്സിൽ നന്മ സൂക്ഷിക്കുന്ന ആളുകൾക്ക് എന്നും സന്തോഷത്തോടു കൂടി ജീവിക്കാനായിട്ട് സാധിക്കും. അപ്പോ മനസ്സിൽ നന്മ സൂക്ഷിച്ചുകൊണ്ട് സന്തോഷത്തോടു കൂടി ഒരുപാട് ആളുകളെ ചേർത്ത് നിർത്തി ഒരുപാട് ഉയരത്തിലേക്ക് പോകണം. നല്ലതുപോലെ പഠിക്കുക. പഠിക്കാനുള്ള അവസരങ്ങൾ തുറന്നു കിട്ടുമ്പോൾ അതിനെ ലീഡേഴ്സ് ഉന്തി തള്ളി വിടാതെ നമ്മൾ ഏറ്റെടുത്ത് പഠിക്കാനായിട്ട് തയ്യാറാവുക. എല്ലാവരുടെയും ജീവിതത്തിൽ വലിയ വലിയ വിജയങ്ങൾ ഉണ്ടാവട്ടെ. എല്ലാവരും വലിയ വലിയ നിലയിലെത്തട്ടെ. എനിക്കൊരു അവസരം തന്ന എന്റെ എല്ലാ പ്രിയപ്പെട്ട ലീഡേഴ്സിനും ഈ ഒരു അവസരത്തിൽ പ്രത്യേകം നന്ദി പറയാണ്. എല്ലാവരും ഓർക്കാണ്, എനിക്ക് ഇങ്ങനെ സംസാരിക്കാനായിട്ടുള്ള അറിവ് തന്ന എല്ലാ ഗുരുക്കന്മാർക്കും ഈ ഒരു അവസരത്തിൽ നന്ദി പറയുന്നു. ഞാൻ നാവ് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ, ബാക്കിയെല്ലാം എന്റെ ലീഡേഴ്സ് എനിക്ക് തന്നതാണ്. ഒരുപാട് സന്തോഷം, ഒരുപാട് നന്മകൾ നേരുന്നു. താങ്ക് യു സോ മച്ച്. JRC.